നമ്മൾ ട്രേഡ് ചെയ്യാനായിട്ട് ഇരിക്കുമ്പോൾ ഫുൾ കോൺസെൻട്രേഷനിൽ ചാർട്ടൊക്കെ നോക്കിക്കൊണ്ടിരിക്കുമ്പോഴായിരിക്കും പെട്ടെന്ന് നമുക്കൊരു കോള് വരുന്നത്. കോൾ എടുത്തു വെക്കുമ്പോൾ അത് കസ്റ്റമർ കെയറോ നോർത്ത് ഇന്ത്യയിൽ നിന്നൊക്കെ ട്രേഡിംഗ് ടിപ്പ് തരാം എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്ന ഫോൺ കോളുകളാണെങ്കിൽ നമുക്ക് എത്ര ദേഷ്യമാണ് വരിക. നമ്മുടെ ഫുൾ കോൺസെൻട്രേഷൻ തന്നെ അവിടെ നഷ്ടപ്പെടാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കോളുകളെ എങ്ങനെ സ്റ്റോപ്പ് ചെയ്യണമെന്ന് അറിയില്ലാത്തത് കൊണ്ടാണ് പല ആളുകളും ഈ പ്രോബ്ലം സഹിക്കുന്നത്. എന്നാൽ വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഈ ഒരു പ്രോബ്ലം സോൾവ് ചെയ്യാം. അപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്ത് ഒരു ഡിമാറ്റ് അക്കൗണ്ടൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം ഏറ്റവും കൂടുതൽ ഇത്തരത്തിലുള്ള കോളുകളൊക്കെ വരുന്നത്. പലപ്പോഴും നമ്മൾ ഹിന്ദി അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാറുണ്ട്. നിങ്ങളും ഈ ഒരു പ്രോബ്ലം ഫേസ് ചെയ്യുന്ന ഒരാളാണെന്ന് എനിക്ക് നല്ലൊരു ഉറപ്പാണ്. ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെയാണ് DNT നമ്മുടെ ഫോണിൽ ആക്ടിവേറ്റ് ചെയ്യുന്നത് എന്നാണ് ഞാൻ പറയാനായിട്ട് പോകുന്നത്. ചുമ്മാ ഫോണിൽ DNT ആക്ടിവേറ്റ് ചെയ്താൽ മാത്രം പോരാ, ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക കൂടി വേണം. അത് ഞാൻ വീഡിയോയുടെ അവസാന ഭാഗത്ത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. DNT ആക്ടിവേറ്റ് ചെയ്യാനുള്ള ഫസ്റ്റ് മെത്തേഡ് എന്ന് പറയുന്നത് സിമ്പിളായിട്ടുള്ള ഒരു SMS അയച്ചുകൊണ്ട് നമുക്ക് ഈ അൺവാണ്ടഡ് കോളുകളൊക്കെ ഒഴിവാക്കാം എന്നുള്ളതാണ്. അതിന് 1909 എന്ന് പറയുന്ന മൊബൈൽ നമ്പറിലോട്ട് സ്റ്റാർട്ട് 0 എന്ന് നമ്മളൊരു SMS അയച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് DNT ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് പറ്റും. 24 ഹവറിനുള്ളിൽ നമുക്ക് ഇതിൻ്റെ കൺഫർമേഷൻ മെസ്സേജ് വരും. ഇത് ഫുള്ളായിട്ട് ബ്ലോക്ക് ചെയ്യാനായിട്ട് നമ്മൾ സ്റ്റാർട്ട് 0 എന്ന് അയക്കുക. പാർഷ്യലായിട്ട്, അതായത് ബാങ്ക് റിലേറ്റഡ് കോളുകൾ മാത്രം സ്റ്റോപ്പ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് 1 എന്ന് അയച്ചാൽ മതി. എന്നാൽ പല മെസ്സേജും പല കോളുകളും സ്പാമല്ല, അതിനേക്കാൾ അപ്പുറത്തു നിന്നൊക്കെ നമുക്ക് വരാറുണ്ട്. ഇതിൻ്റെ കാറ്റഗറിയിൽ പെടാത്ത കുറച്ച് കാറ്റഗറി ഉണ്ട്. നമുക്ക് ഒരു OTP വരുന്നു, അല്ലെങ്കിൽ നമ്മൾ ATM നിന്ന് പൈസ എടുത്ത് കഴിയുമ്പോൾ വരുന്ന മെസ്സേജുകൾ, ഇതെല്ലാം ട്രാൻസാക്ഷണൽ SMS എന്നാണ് പറയുക. ഇതിൻ്റെ അകത്ത് ബ്ലോക്ക് ആവുന്നില്ല. പ്രൊമോഷണൽ കോളുകളും SMS മാത്രമാണ് ബ്ലോക്ക് ആവുന്നുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളൊരു കാരണവശാലും പേടിക്കേണ്ട. SMS അയച്ച് ഇത് ആക്ടിവേറ്റ് ചെയ്യുന്നതിന് പകരം രണ്ടാമത്തെ ഒരു മെത്തേഡ് ഉണ്ട്. എന്ത് ചെയ്യാം? 1909 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് കസ്റ്റമർ കെയറിൽ വിളിച്ച് സംസാരിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഈ DNT ആക്ടിവേറ്റ് ചെയ്യാൻ പറ്റും. ഇനി മൂന്നാമത്തെ മെത്തേഡ്, നമ്മുടെ മൊബൈൽ പ്രൊവൈഡറിൻ്റെ, ഇപ്പോൾ വോഡാഫോൺ, എയർടെൽ, BSNL ഇത്തരത്തിലുള്ള മൊബൈൽ പ്രൊവൈഡേഴ്സിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തുകൊണ്ട് അതിൻ്റെ അകത്ത് സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് DNT ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. വോഡാഫോൺ ഐഡിയ ആണ് നിങ്ങൾ യൂസ് ചെയ്യുന്നതെങ്കിൽ VI ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. അതിൻ്റെ അകത്ത് എങ്ങനെയാണ് ആഡ് ചെയ്യുന്നതെന്നുള്ളത് ഞാനൊരു 3-4 സെക്കൻഡ്സിൽ നിങ്ങളെ കാണിച്ചു തരാം. അതുപോലെ തന്നെ നിങ്ങൾ ജിയോ പ്രൊവൈഡറാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ മൈ ജിയോ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തുകൊണ്ട് മൈ ജിയോ ആപ്പിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം? സെറ്റിങ്സിൽ പോയിട്ട് DNT ആക്ടിവേറ്റ് ചെയ്യാം. മൂന്നാമത്, നമ്മൾ എയർടെൽ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ എയർടെല്ലിൻ്റെ എയർടെൽ താങ്ക്സ് ആപ്പ് എന്ന് പറയുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. ഈ ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് DNT ആക്ടിവേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. ഒരു പക്ഷേ ഇങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാലും നമുക്ക് വീണ്ടും പ്രൊമോഷണൽ കോളുകളും SMS വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അങ്ങനെ നിങ്ങൾക്ക് വീണ്ടും പ്രൊമോഷണൽ കോളുകൾ വരുന്നുണ്ടെങ്കിൽ നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ സാധിക്കുന്നതാണ്. അത് ഒന്നല്ലെങ്കിൽ SMS അയച്ചുകൊണ്ട് നമ്മുടെ 1909 എന്ന് പറയുന്ന നമ്പറിലോട്ട് ഒരു SMS അയക്കുന്ന ഒരു ഫോർമാറ്റ് ഉണ്ട്. COMP ടെലിഫോൺ നമ്പർ, അതായത് ഏത് നമ്പറിൽ നിന്നാണ് നമ്പർ വന്നത്, ഏത് ഡേറ്റിലാണ് വന്നത്, ഏത് സമയത്താണ് വന്നത്, എന്ത് മെസ്സേജ്, എന്ത് കോളാണ് വന്നത് എന്ന് കാണിച്ചുകൊണ്ട് നമുക്കിതിനെ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അപ്പോൾ കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യുന്ന ഫോർമാറ്റ് ഞാനിവിടെ താഴെ കാണിക്കുന്നുണ്ട്. അതുപ്രകാരം നിങ്ങൾക്ക് എന്ത് ചെയ്യാം? കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 1909 എന്ന് പറയുന്ന നമ്പറിലോട്ട് കോൾ ചെയ്തുകൊണ്ട് നമുക്ക് കംപ്ലൈൻറ്റ് രജിസ്റ്റർ ചെയ്യാൻ പറ്റും. ഇനിയും നിങ്ങൾ സ്മാർട്ട് ഫോണാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ പിന്നെയും ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കോളുകളൊക്കെ നിങ്ങൾക്ക് വരുന്നുണ്ടെങ്കിൽ 90% സ്മാർട്ട് ഫോണുകളിലും ഫോൺ സെറ്റിങ്സിൽ തന്നെ ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കോളുകളെ തടയാനും പ്രിവെൻറ്റ് ചെയ്യാനുമുള്ള സെറ്റിങ്സ് അവൈലബിൾ ആണ്. ഫോൺ സെറ്റിങ്സിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് കോൾ ബ്ലോക്കിംഗ്, സ്പാം പ്രൊട്ടക്ഷൻ എന്ന് പറയുന്ന മെനുവിലൊക്കെ പോയി കഴിഞ്ഞാൽ അത് ആക്ടിവേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടിന്യൂസ്ലി ഏതെങ്കിലും നമ്പറിൽ നിന്ന് നമുക്ക് ഇത്തരത്തിലുള്ള പ്രൊമോഷണൽ കോളുകളൊക്കെ വരുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള നമ്പറുകളെ നമുക്ക് എന്ത് ചെയ്യാം? ബ്ലോക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വളരെ സമാധാനമായിട്ട് ഇരിക്കാനായിട്ട് പറ്റും. ഇനി ഇത്രയൊന്നും ചെയ്താൽ മാത്രം പോരാ, നമ്മുടെ നമ്പർ മാക്സിമം സേഫായിട്ട് വയ്ക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്തം കൂടിയാണ്. ഫേസ്ബുക്കിലും ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും കാണുന്ന എല്ലാ ട്രേഡിംഗ് റിലേറ്റഡ് പരസ്യങ്ങളിലും പോയിട്ട് നമ്മുടെ നമ്പർ രജിസ്റ്റർ ചെയ്യുക. ഏത് തുണിക്കടയിൽ പോയിട്ട്
ഡ്രസ്സ് വാങ്ങുമ്പോഴും അവിടെ നമ്പറുകൾ കൊടുക്കുക. ഇപ്പോൾ എല്ലാ കമ്പനിക്കാരും എല്ലാ കടക്കാരും നമ്മുടെ നമ്പറും പേരും വാങ്ങുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. ഈ നമ്പറുകളെല്ലാം സേഫായിട്ടിരിക്കും എന്ന് നിങ്ങൾ തോന്നുന്നുണ്ടോ? എനിക്ക് അതിനകത്ത് വലിയ ഡൗട്ടുണ്ട്. നമ്മളൊരു ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്തതിന് ശേഷം എത്ര കോളുകളാണ് ഒരു ദിവസം വരുന്നത്, എത്ര സമയമാണ് ഈ കോളുകൾ എടുത്ത് നമുക്ക് പോകുന്നത്. നമ്മൾ 1 സെക്കൻഡ് അല്ലെങ്കിൽ 10 സെക്കൻഡ് അവരോട് സംസാരിക്കുന്നുള്ളൂ എങ്കിൽ പോലും നമ്മുടെ സമയം ഒത്തിരി അവിടെ നഷ്ടപ്പെടുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ട്രേഡിംഗ് ഇവൻറ്റിൽ പോകുന്നു, അവിടെ വന്നിരിക്കുന്ന സ്ഥലത്ത് പോയിട്ട് നമ്മൾ നമ്മുടെ നമ്പർ രജിസ്റ്റർ ചെയ്യുന്നു. അതിനുശേഷമല്ലേ നമുക്ക് പല സമയത്തും ഒത്തിരി കോളുകൾ വരാനായിട്ട് തുടങ്ങിയത്. അതെ, നമ്മുടെ മൊബൈൽ നമ്പറുകൾ ഇത്തരത്തിൽ വിൽക്കാൻ വെച്ചിരിക്കുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഇവരെ നമുക്ക് തടയാനൊന്നും പറ്റത്തില്ല. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ മൊബൈൽ നമ്പറുകൾ മാക്സിമം സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ്. നമുക്ക് ആവശ്യമുള്ള സ്ഥലങ്ങളിൽ നമുക്ക് കൊടുത്തേ പറ്റുള്ളൂ. എന്നാൽ അൺവാണ്ടഡ് ആയിട്ടുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് മൊബൈൽ നമ്പർ രജിസ്റ്റർ ചെയ്തുകൊണ്ട്, പരസ്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്ത് മൊബൈൽ നമ്പർ പരസ്യമാക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള അൺവാണ്ടഡ് ആയിട്ടുള്ള പ്രൊമോഷണൽ മെസ്സേജുകളും കോളുകളും ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മളും സൂക്ഷിക്കേണ്ട കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് DNT ആക്ടിവേറ്റ് ഇത്രയും കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടും നിങ്ങൾക്ക് വീണ്ടും ഇത്തരത്തിലുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ആഡുകളും മെസ്സേജുകളും കോളുകളും ഒക്കെ വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ട്രായുടെ വെബ്സൈറ്റിൽ കയറി ഒരു കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യുക. ട്രായുടെ വെബ്സൈറ്റിൻ്റെ ലിങ്കും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ചെയ്യാനുള്ള ഫുൾ ഡീറ്റെയിൽസും ഞാനിവിടെ ഡിസ്ക്രിപ്ഷനിലും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി ഒന്ന് ചെക്ക് ചെയ്യുക. ഒരു കടുത്ത നടപടിയിലോട്ടൊന്നും പലപ്പോഴും നമുക്ക് പോകേണ്ടതായിട്ട് വരാറില്ല. എനിവേസ്, ഇതാണ് ആക്ച്വലി നമ്മൾ ചെയ്യേണ്ട എല്ലാ സ്റ്റെപ്പുകളും. അപ്പോൾ ഇങ്ങനൊരു വീഡിയോ സ്റ്റോക്ക് മാർക്കറ്റ് റിലേറ്റ് ചെയ്തിട്ടുള്ള ഈ ഒരു ചാനലിൽ ചെയ്യാനുള്ള പ്രധാനപ്പെട്ട കാരണം എൻ്റെ പേഴ്സണൽ കാര്യങ്ങളിൽ പോലും ട്രേഡ് ചെയ്യാനായിട്ട് ഞാൻ വളരെ റെഡി ആയിട്ടിരിക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള കോളുകൾ വന്ന് എനിക്ക് എൻ്റെ ട്രേഡ് പലപ്പോഴും മിസ്സായിട്ടുണ്ട്. നിങ്ങൾക്കും അത്തരത്തിലുള്ള സാഹചര്യം ഒരുപക്ഷെ നേരിടേണ്ടി വന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ അതെങ്ങനെ ഒഴിവാക്കാം എന്ന് നമ്മളെല്ലാവരും കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇത്തരത്തിലുള്ളൊരു വീഡിയോ ചെയ്തത്.